കൊച്ചി പനമ്പള്ളി നഗർ ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് കൊല്ലം സ്വദേശി അമൽ ദേവിന് മർദ്ദനമേൽക്കുന്നത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ഒന്നാം പ്രതി സഫ്നയും സംഘവുമാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ച വൈപ്പിനിൽ വെച്ച് കാണാമെന്ന് അമൽ ദേവ് സഫ്നയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹോട്ടൽ റൂമിലേക്ക് വരാനായിരുന്നു സഫ്ന ആവശ്യപ്പെട്ടത്. അമൽ ദേവ് റൂമിലെത്തിയതിന് പിന്നാലെ സഫ്നയുടെ കൂട്ടാളികളായ 4 പേരുമെത്തി. സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ കടവന്ത്ര പോലീസ് പൂട്ടി. യുവാവിന്റെ തലയ്ക്കടിച്ചെങ്കിലും ഇടതുകൈ കൊണ്ട് തടഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അമൽ ദേവിന്റെ നഗ്ന ചിത്രങ്ങളും ഇവർ പകർത്തി. മർദ്ദനത്തിൽ അമൽ ദേവിന്റെ വാരിയല്ലൊടിഞ്ഞു. അനന്തു, രാഹുൽ, അമൽ എന്നിവരാണ് മറ്റു പ്രതി. ആ സപ്നന്റെ ചെറിയ ഭർത്താനൊക്കെ ഉണ്ടാവും വിചാരിച്ചോളൂ പോലീസുകാരോട് എന്തോ മെഡല് വാങ്ങാൻ വേണ്ടിയിട്ട് പോലീസുകാരുടെ പേരോ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന്. എന്താലേ ഓക്ക് വ്യക്തമായിട്ട് അറിയാം ഇനിയിപ്പോൾ എത്ര ദിവസമൊന്നും ജയിലിൽ കിടക്കേണ്ടി വരില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, ഊരി പോരാന്നൊക്കെ. അതൊക്കെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശം വെച്ചാൽ ആ ഭിന്നശേഷിക്കാൻ്റെ നഗ്നമായ ചിത്രങ്ങളും ഒക്കെ ഫോണിലെടുത്ത് വെക്കുക, എന്നിട്ട് അത് കാണിച്ചെങ്ങാണ്ട് ഓനോട് തന്നെ പൈസ വാങ്ങുക. ഏതാണ് എന്തായാലും മുത്തുമണികളെ മിന്നുന്നതെല്ലോ പൊണ്ണല്ല കേട്ടോ. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ പല കോലത്തിലുള്ള ആൾക്കാരാ. ആരാണ് എന്താണ് അപ്പുറത്ത് നിൽക്കുന്നതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് തന്നെ ഇപ്പം കണ്ടില്ലേ എന്താണ്.